Hello students, welcome back to my channel. Last 2 videos microprocessors and microcontrollers ന്റെ ആയിരുന്നു. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ 8085 ആൻഡ് 8086 മൈക്രോപ്രോസസർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കമ്പാരിസൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നെങ്കിൽ 8085 ആൻഡ് 8086 അല്ലെങ്കിൽ 8088 ആൻഡ് 8086. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു 3 മാർക്കിന്. 3 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 6 പോയിന്റ്സ് ഒക്കെ കമ്പയർ ചെയ്ത് എഴുതിയാൽ ഇനഫ് ആയിരിക്കും. അതല്ല ഇനി പാർട്ട് ബിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് അങ്ങനെ ഒരെണ്ണമായിട്ട് ഒരു 7 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിനോ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഒരു 5-8 പോയിന്റ്സ് ഒക്കെ എഴുതേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. സോ ഫസ്റ്റ് നമ്മൾ 2 കമ്പാരിസൺ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ആണ് 8085 ആൻഡ് 8086. Okay, so difference between 8085 and 8086 microprocessor. പഠിക്കാൻ എളുപ്പത്തിന് 2 കമ്പയർ ചെയ്യുന്ന നോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ പഠിച്ചെടുക്കുക. നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ 8085 ആൻഡ് 8086 മൈക്രോപ്രോസസർ. 8085 മൈക്രോപ്രോസസർ എന്ന് പറയുമ്പോൾ അതിന് 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ് വരുന്നത്. 8086ന് 16 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഇനി 8085 8 ബിറ്റ് വൈഡ് ഡാറ്റ ബസ് ആണ്, മറ്റടുത്ത് 16 ബിറ്റ് വൈഡ് ഡാറ്റ ബസ് ആണ് വരുന്നത്. ഇനി ഇറ്റ് ക്യാൻ അഡ്രസ് 2⁸, ദാറ്റ് ഈസ് 256 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ്. അപ്പം ഈ 8085ന് 2⁸, 256 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. 8086ന്റെ കാര്യത്തിലോ ക്യാൻ അഡ്രസ് 2⁻16, മറ്റടുത്ത് 2⁸8 ആണ്, ഇവിടെ 2⁻16. സി ഒരു 8-16 ആ ഒരു കമ്പയർ ഇത് വരുന്നുണ്ട് അല്ലേ. 8 ബിറ്റ് മൈക്രോ പ്രോസസ്സർ, മറ്റടുത്ത് 16 ബിറ്റ്, ഇവിടെ 8 ബിറ്റ് വൈഡ് ഡാറ്റാ ബസ്, മറ്റടുത്ത് 16 ബിറ്റ് വൈഡ് ഡാറ്റാ ബസ്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടോ 2⁸8, 256 ആണ്, ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ആണ് വരുന്നത്, മറ്റടുത്ത് 2⁻16, അതായത് 65,536 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ആണ് 8086ന് വരുന്നത്. ഇനി 16 ബിറ്റ് വൈഡ് അഡ്രസ് ബസ് ആണ്, മറ്റടുത്ത് 20 ബിറ്റ് വൈഡ് അഡ്രസ് ബസ് ആണ്. നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് കേട്ടോ. ഇനി 8 ബിറ്റ് ALU അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണുള്ളത്, മറ്റടുത്ത് 6 അഗെയിൻ 8-16 ആ ഒരു കാര്യം വരുന്നുണ്ട്. ഇനി ദ മാക്സിമം ആക്സസിബിൾ മെമ്മറി റാം എത്രയാണ്? ഇറ്റ് ക്യാൻ ആക്സസ് ഈസ് 2⁻16, 64 KB ആണ് ഇവിടുത്തെ റാം മെമ്മറി എന്ന് പറയുന്നത്, മറ്റടുത്തോ 1 MB ആണ് വരുന്നത്. സോ മാക്സിമം ആക്സസിബിൾ മെമ്മറി ഓഫ് 8086 എത്രയാണ്? 2⁻20, അതായത് 1 MB വരുന്നുണ്ട്. ഇനി ഇറ്റ് ഹാസ് ആൻ ഓൺ ചിപ്പ് ഓസിലേറ്റർ ഓഫ് 3 MHz. ഇപ്പോൾ ഇവിടെ 3 MHz വരുന്ന ഒരു ഓൺ ചിപ്പ് ഓസിലേറ്റർ ഉണ്ട്. മറ്റേടത്തോ 3 വേർഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് എ ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് 5 MHz, 8 MHz ആൻഡ് 10 MHz. സി നമ്മൾ വേറൊരു കമ്പാരിസൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഏതാണോ അത് നിങ്ങൾ പഠിക്കുക. മാക്സിമം പോയിന്റ്സ് ഇപ്പോൾ നമ്മളൊരു 10-15 പോയിന്റ്സ് പഠിച്ചിരുന്നാലേ നിങ്ങൾക്കൊരു ഒരു 8 എണ്ണെങ്കിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എത്ര പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് 8 എണ്ണം തന്നെ ഇങ്ങനെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും പോയിന്റ്സ് നിങ്ങൾ എക്സാമിൽ ഓർത്തൊന്നും വരത്തില്ല. അതുകൊണ്ട് മാക്സിമം പോയിന്റ്സ് ഓർത്ത് പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ മാർക്കിനനുസരിച്ച് ഇപ്പം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് എഴുതാം? 6 പോയിന്റ്സ് കൊടുക്കണം. ഓക്കെ, 3 മാർക്കിന് 3 പോയിന്റ്സ് വെച്ചിട്ട് പോകരുത്, നിങ്ങൾക്ക് മാർക്ക് ഹാഫേ കിട്ടത്തുള്ളൂ. സോ 3 മാർക്ക് വരികയാണെങ്കിൽ നിങ്ങളൊരു 6 പോയിന്റ്സ് 6 കമ്പാരിസൺ എങ്കിലും അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ അതിൽ കൂടുതൽ മാർക്ക് വരുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ പോയിന്റ്സ് വേണം കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഈ കമ്പാരിസൺ മാക്സിമം 8086ഉം 8085ൻ്റെയും അതുപോലെ തന്നെ 8088, 8086ൻ്റെയും കമ്പാരിസൺ പഠിച്ചിരിക്കണം. ബാക്കിയും കൂടെ നോക്കാം. ഇറ്റ് ഈസ് ആൻ അക്യുമുലേറ്റർ ബേസ്ഡ് മൈക്രോ പ്രോസസ്സർ ആണ് 8085. സോ ജനറൽ പർപ്പസ് രജിസ്റ്റർ ബേസ്ഡ് മൈക്രോ പ്രോസസ്സർ ആണ്. ഇനി 5 ഫ്ലാഗുകളാണ് 8085ൻ്റെ. എന്തൊക്കെയാ? ക്യാരി, ഓക്സിലറി ക്യാരി, പാരിറ്റി, 0 ആൻഡ് സൈൻ ഫ്ലാഗ്. 8086നോ 9 ഫ്ലാഗ്സ് വരുന്നുണ്ട്. ക്യാരി, ഓക്സിലറി, പാരിറ്റി, 0, സൈൻ ഫ്ലാഗ് ഇതെല്ലാം കോമൺ ആണ്. ഇനി എക്സ്ട്രാ വരുന്ന ആരൊക്കെയാന്ന് നോക്കുക. ട്രാപ്പ്, ഇൻട്രപ്റ്റ്, ഡയറക്ഷൻ ആൻഡ് ഓവർഫ്ലോ ഫ്ലാഗ്. അപ്പോൾ ഇത്രയാണ് 8086ന് കൂടുതലായിട്ട് വരുന്ന ഫ്ലാഗുകൾ. മറ്റേടത്ത് 5 ആണെങ്കിൽ ഇവിടെ 9. 8086ന് 9 ഫ്ലാഗ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഒരു കമ്പാരിസൺ. നമുക്ക് ഒരു കമ്പാരിസൺ കൂടെ ജസ്റ്റ് നോക്കിയിട്ട് വരാം. സോ ഈ ഒരു കമ്പാരിസൺ വേറൊരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 3 ടേബിൾസ് വെച്ചിട്ടാണ്, 3 കോളംസ് വെച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സൈസ് 8 ബിറ്റ് മൈക്രോ പ്രോസസ്സർ ആണ്. 8086 എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് മൈക്രോ പ്രോസസ്സർ ആണ്. അഡ്രസ് ബസ് എത്രയാ? 16 ബിറ്റ് അഡ്രസ് ബസ് 8085ന്. 8086ന് 20 ബിറ്റ് അഡ്രസ് ബസ് ആണ് വരുന്നത്. മെമ്മറി എത്രയാ? 64 KB, മറ്റേടത്ത് 1 MB വരും. ഇൻസ്ട്രക്ഷൻ ക്യൂ ഇവിടെ 8085ന് ഇൻസ്ട്രക്ഷൻ ക്യൂ ഇല്ല. 8086ന് ഇൻസ്ട്രക്ഷൻ ക്യൂ, യൂസബിൾ ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. ഇനി പൈപ്പ് ലൈനിങ് സപ്പോർട്ട് ചെയ്യത്തില്ല. ആര്? 8085. പൈപ്പ് ലൈനിങ് സപ്പോർട്ട് ചെയ്യും 8086. മൾട്ടി പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്യുമോ?
8085 സപ്പോർട്ട് ചെയ്യത്തില്ല, 8086 സപ്പോർട്ട് ചെയ്യും. ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ 2/8 = 256 എന്ന് കാണിച്ചത് അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടാണ് വരുന്നത്. 8086ന് 65,536 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ഉണ്ട്. അരിത്തമെറ്റിക് ഇവിടെ 8085 ഇൻറ്റീജറിനെയും ഡെസിമലിനെയും മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. 8086ന് ഇൻറ്റീജറിനെയും ഡെസിമലിനെയും ആസ്കി അരിത്തമെറ്റിക്കിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് മോഡ്സ് എന്തൊക്കെയാ? 8085ന് സിംഗിൾ ഓപ്പറേറ്റിംഗ് മോഡാണ്, 8085ന് സിംഗിൾ ആണ്, 8086ന് ഡ്യുവൽ ഓപ്പറേറ്റിംഗ് മോഡാണ് വരുന്നത്. എക്സ്റ്റേണൽ ഹാർഡ്വെയർ ലെസ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ആണ് 8086ന്. 8085ന് ലെസ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ആണ്, 8086ന് മോർ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ആണ് വരുന്നത്. കോസ്റ്റ് 8085 കോസ്റ്റ് കുറവാണ്, 8086ന് കോസ്റ്റ് കൂടുതലാണ്. മെമ്മറി സെഗ്മെന്റേഷൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിന് പറഞ്ഞാണ് അല്ലേ, മെമ്മറി സെഗ്മെന്റേഷൻ ആർക്കാണ്? 8086നാണ് മെമ്മറി സെഗ്മെന്റേഷൻ, 8085ന് മെമ്മറി സെഗ്മെന്റേഷൻ. മെമ്മറി സ്പേസ് ഇസ് നോട്ട് സെഗ്മെന്റഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ 8085 വേഴ്സസ് 8086. മാക്സിമം പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവൻ ഇപ്പം നിങ്ങൾക്ക് 3 മാർക്ക്, നിങ്ങൾക്ക് 6 പോയിന്റ്സ് അല്ല, നിങ്ങൾക്ക് 8 പോയിന്റ്സ് അറിയാമെങ്കിൽ നിങ്ങൾ 8 പോയിന്റ്സ് എഴുതിക്കോ. മാക്സിമം പോയിന്റ്സ് എഴുതി ഏറ്റവും നീറ്റായിട്ട്. ഈവൻ ഇപ്പം കമ്പാരിസൺ വരുമ്പം പലരും കാണിക്കുന്ന പരിപാടി ജസ്റ്റ് എസ്സേ പോലെ എഴുതി വെക്കും. അത് വെറുതെയാണ്. നിങ്ങൾ കമ്പാരിസൺ ചോദിക്കുമ്പോൾ നിങ്ങൾ ടേബിൾ വരച്ച് വൃത്തിയായിട്ട് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് സുഖമായിട്ട് ആ മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ എഴുതണം. പക്ഷെ ഒരിക്കലും കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ വലിയ ഇതായിട്ട് എസ്സേ പോലെ എഴുതി വെക്കരുത്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്പാരിസൺ വരുമ്പോൾ നിങ്ങൾ ടേബിൾ വരച്ച് നീറ്റായിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കമ്പാരിസണും കൂടെ പഠിക്കാനുണ്ട്. ഏതാണ്? കമ്പാരിസൺ ഓഫ് 8086 ആൻഡ് 8088 മൈക്രോ പ്രോസസ്സർ. ഈ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ്, ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുണ്ടെന്ന് തോന്നും. സോ ഈ ഒരു കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ സിലബസിനകത്തുമുണ്ട്. ഓക്കെ, അതിൻ്റെ കമ്പാരിസൺ കൂടെ നമുക്ക് നോക്കാം. 8086 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 8085ൻ്റെയും 8086ൻ്റെയും കമ്പാരിസൺ പഠിച്ചപ്പം 8086ൻ്റെ കുറേ പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇനി ആ പോയിന്റ്സ് നിങ്ങൾ വെച്ചിട്ട് 8086ൻ്റെയും 8088ൻ്റെയും കൂടെ വെച്ച് കമ്പയർ ചെയ്യണം. ഈ പേരുകൾ ഇങ്ങനെ 8085 8086 പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അല്ലേ. സോ ഓർത്തിരിക്കാം, 8086 8088 ആണ് നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത്. ഓക്കെ, 8086ന് 16 ബിറ്റ് ഡാറ്റ ബസ്സേ ഉള്ളൂ, 8088ന് പക്ഷേ 8 ബിറ്റ് ഡാറ്റ ബസ്സേ അവിടെ വരുന്നുള്ളൂ. ഇനി ഇറ്റ് ക്യാൻ റീഡ് ഓർ റൈറ്റ് 8 or 16 ബിറ്റ് ഡാറ്റ അറ്റ് എ ടൈം. അപ്പോൾ ഒരു സമയത്ത് 8 അല്ലെങ്കിൽ 16 ബിറ്റ് വരെ റീഡ് ഓർ റൈറ്റ് ചെയ്യാൻ പറ്റും 8086ന്. 8088ന് എന്താണ്? ഇറ്റ് ക്യാൻ ഓൺലി ഡു സോ ഫാർ 8 ബിറ്റ് ഡാറ്റ. 8 ബിറ്റ് ഡാറ്റ മാത്രമേ അതിന് പറ്റത്തുള്ളൂ. ഇനി മെമ്മറി സ്പേസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഴ്സ് 512 KB, അതായത് 2 × 512 KB എന്ന് പറഞ്ഞാൽ 1 MB അത്രയും വരെ മെമ്മറി സ്പേസ് പറ്റും. ലാസ്റ്റ് കമ്പാരിസണിൽ 1 MB എന്ന് പറഞ്ഞാണ്. ഇനി ഇവിടെ എത്രയാണെന്ന് നോക്കാം. 8086ന് ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ആസ് എ സിംഗിൾ 1 MB ബാങ്ക്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ടിനും 1 MB ഉണ്ട്. പക്ഷേ 8086ന് എങ്ങനെയാണെന്ന് വെച്ചാൽ മെമ്മറി സ്പേസ് 2 512 KB വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 512 + 512 1 MB വന്നോളും. അപ്പം അങ്ങനെ 2 ബാങ്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ 1 MB ബാങ്ക് ആണ് 8088ൻ്റെ കാര്യത്തിൽ. ഇനി ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് 3 ക്ലോക്ക് സ്പീഡ്, 5 MHz, 8 MHz ആൻഡ് 10 MHz. 8086 എന്ന് പറയുമ്പോൾ 3 ക്ലോക്ക് സ്പീഡിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റും. 5 MHz വർക്ക് ചെയ്യാം, 8 MHz വർക്ക് ചെയ്യാം, 10 MHz വർക്ക് ചെയ്യാം. ഇനി മറ്റടുത്ത 8088നോ ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി ഇൻ 2 ക്ലോക്ക് സ്പീഡ്, 5 MHz ആൻഡ് 8 MHz. 5 MHz അതുപോലെ തന്നെ 8 MHz മാത്രമേ ഈ 2 ക്ലോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഇൻസ്ട്രക്ഷൻ ക്യൂ ഈസ് 6 ബിറ്റ് ലോങ്. ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ 6 ബിറ്റ് ലോങ് ആണ്, അവിടെ 4 ബിറ്റ് ലോങ് ആണ് വരുന്നത്. ഇനി 8086ന് ഇറ്റ് ഹാസ് ബസ് ഹൈ എനേബിൾ PHE സിഗ്നൽ ഉണ്ട്. 8088നോ ഇറ്റ് ഹാസ് സിസ്റ്റം സ്റ്റാറ്റസ് ഔട്ട്പുട്ട് SSO സിഗ്നൽ. അപ്പം 8086ന് BHE സിഗ്നൽ ആണെങ്കിൽ 8088ന് SSO സിഗ്നൽ ആണ് വരുന്നത്. ഇറ്റ് ഡ്രോസ് മാക്സിമം സപ്ലൈ കറണ്ട് ഓഫ് 360 mA. 360 mA മാക്സിമം സപ്ലൈ കറണ്ട് അത്രയും വരെ ഡ്രോ ചെയ്യാൻ പറ്റും, അത്രയും വരെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും 8086ന്. 8088ന് എത്രയാണ്? ഇറ്റ് ഡ്രോസ് മാക്സിമം സപ്ലൈ കറണ്ട് ഓഫ് 340 mA. അപ്പം അവിടെ കറണ്ട് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. 340 mA വരെ മാക്സിമം പോവാം. മറ്റേടത്ത് 8086ന് 360 mA വരെ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 8086 16 ബിറ്റ് ഡാറ്റ,
ഡാറ്റ ബസ്സാണ്, മറ്റേടത്ത് 8088 8 ബിറ്റ് ഡാറ്റ ബസ്സാണ് വരുന്നത്. ഇനി ഈ 8 അല്ലെങ്കിൽ 16 ബിറ്റ് ഡാറ്റേനെ റീഡോ റൈറ്റ് ചെയ്യാം അറ്റ് എ ടൈം. മറ്റേടത്ത് 8088 പക്ഷേ 8 ബിറ്റ് ഡാറ്റേനെ അറ്റ് എ ടൈം പറ്റത്തുള്ളൂ. മെമ്മറി സ്പേസ് എന്ന് പറഞ്ഞാൽ 2 ബാങ്ക് 512-ന്റെ 2 ബാങ്ക് ആയിട്ടാണ് 1 MB കൊടുത്ത്, അങ്ങനെയാണ് 8086-ന്. പക്ഷേ 8088-ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ ബാങ്കേ ഉള്ളൂ, അത് 1 MB ഒരു ബാങ്കാണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റ് 3 ക്ലോക്ക് സ്പീഡ് ഉണ്ട്. ഏതൊക്കെയാ? 5 MHz, 8 MHz, 10 MHz 8086-ന്റെ കാര്യത്തിൽ. 8088-ന് എത്രയുണ്ട്? 2 ക്ലോക്ക് സ്പീഡേ ഉള്ളൂ, 5 MHz-ഉം 8 MHz-ഉം. ഇനി ഇൻസ്ട്രക്ഷൻ ക്യൂ 6 ബിറ്റ് ലോങ് ആണ്, മറ്റേടത്ത് എത്രയുണ്ട്? 4 ബിറ്റ് ലോങ്ങേ ഉള്ളൂ ഇൻസ്ട്രക്ഷൻ ക്യൂ. ഇനി BHE സിഗ്നൽ ഉണ്ട് 8086-ന്, 8088-ന് SSO സിഗ്നൽ ഉണ്ട്. ഗ്രോസ് മാക്സിമം സപ്ലൈ കറണ്ട് എത്രയാണ്? 360 mA. ആര്? 8086. 8088 ആണെങ്കിൽ ഗ്രോസ് മാക്സിമം സപ്ലൈ കറണ്ട് ഓഫ് 340 mA. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. 2 കമ്പാരിസൺ ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 8085 ആൻഡ് 8086-ഉം, അടുത്തെന്ന് പറഞ്ഞാൽ 8086 ആൻഡ് 8088-ഉം. ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. പാർട്ട് എയിലാണ് യൂഷ്വലി കണ്ടുവരാറുള്ളത്, പക്ഷെ നിങ്ങൾക്ക് പാർട്ട് ബിയിൽ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളിത് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മൊഡ്യൂൾ 1-ൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതിന് മുന്നേ നമ്മൾ വിട്ട വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ആ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.